ഹലോ, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇത് ട്രിവാൻഡ്രം സൂ ആണ്. കുഞ്ഞുങ്ങളെയൊക്കെ ട്രിവാൻഡ്രം സൂവിൽ. പക്ഷേ ഇപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ കുറവാട്ടോ. ആദ്യമൊക്കെ മുമ്പൊക്കെ പോയപ്പോൾ ഒത്തിരി മാനുണ്ടായിരുന്നു അവിടെ. മാനൊക്കെ ഇപ്പം മാനെല്ലാം കുറഞ്ഞു. ഇങ്ങനെ ഓരോരോ വീഡിയോസൊക്കെ എടുത്ത് കണ്ട സിംഹമൊക്കെ അയ്യോ ചാവാറായിട്ടുണ്ട്, ഇതിന് എണീക്കാൻ വയ്യ, അത്ര രീതിയിലുള്ളതായിരുന്നു. കണ്ടോ മാനെല്ലാം. പിന്നെ അവിടെ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടോ കരടി. അട്രാക്റ്റീവായിട്ടൊരു കാര്യമുണ്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് നോക്കണ്ടോ, കരടിയെല്ലാം ഒത്തിരി അങ്ങ് ക്ഷീണിച്ച് കണ്ടില്ല. അയ്യോ ഇതിനെ കരടിയാന്ന് കണ്ടാൽ പോലും. പക്ഷെ ഇപ്പം അവിടെ കരടി ഇല്ല തോന്നുന്നു കേട്ടോ. ഇപ്പം അവിടെ കരടി അന്ന് പോയിട്ട് കണ്ടിട്ടില്ലായിരുന്നു. ഇതിന് മുമ്പ് എടുത്തൊരു വീഡിയോയിൽ ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു അവിടെ കരടി. അവിടെ കരടിയൊന്നും കാണാനില്ല. ഇത്തിരി കടുവയുണ്ട്, ഒത്തിരി കടുവയുണ്ട്. നാലോ അഞ്ചോ കടുവ എങ്ങനെയുണ്ട്. സിംഹം, കടുവ, അങ്ങനെ ഒത്തിരി സാധനങ്ങളുണ്ട്. നിങ്ങൾ പോയാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. കാരണം പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരെണ്ണം എന്തായിരുന്നു അറിയോ, ഈ കുരങ്ങൻ്റെ കുരങ്ങ് ഇതിന് മുമ്പ് ഞാൻ മൈസൂർ സൂവിൻ്റെ ഒരു ഇത് അവിടെയുള്ള പോലെ തന്നെ വെറൈറ്റി കുറേ ഉണ്ട്. ഇവിടെ വെള്ളക്കടുവ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ കണ്ടില്ല. ഇതിന് മുമ്പ് പോയതൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ളക്കടുവ ഉണ്ട് ഇവിടെ കാണാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഇത്തവണ പോയപ്പോൾ ഞാനത് കണ്ടിട്ടില്ല. പിന്നെ ഡിഫറെൻറ്റ് കൊക്കുകളുണ്ട്, ഒത്തിരി സ്പീഷ്യസ് കൊക്കുകൾ. പിന്നെ അതുപോലെ ഒന്നുമില്ല കൊള്ളാം. ഒത്തിരി വാവെന്ന് പറഞ്ഞ് കാണാം, കാരണം ഒത്തിരി കൂടുകളെല്ലാം അടച്ചിട്ടിരിക്കുമായിരുന്നു. ഇത് വല്ലാതെ ഒന്നും നമുക്ക് കാണാനില്ല. കടുവയായിരുന്നു മെയിൻ ഹൈലൈറ്റ്. പിന്നെ ചിത്രശലഭങ്ങളുടെ ഒരു സെക്ഷൻ പോലെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊന്നും പോയിട്ട് ശലഭത്തിന് കാണാനോ അല്ലെങ്കിൽ പൂമ്പാറ്റ, നമ്മൾ പറയുന്ന പൂമ്പാറ്റ, നിങ്ങളുടെ നാട്ടിൽ പൂമ്പാറ്റ എന്ന് പറയും, ഈ പൂമ്പാറ്റേനെ കാണാനോ അങ്ങനെയൊന്നും ഇല്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. വേറൊരു കാര്യം, ഇതിൻ്റെ ഉള്ളിൽ കേട്ടില്ല ഫോണൊന്നും എടുക്കാൻ പറ്റില്ല. പ്രത്യേകം പറഞ്ഞിട്ടാണ് യൂസ് ചെയ്യാൻ പാടില്ല. ഫോട്ടോസ് വീഡിയോസ് മുമ്പും കേട്ടില്ല. നല്ല നൈസ് അത്രയുള്ളൂ. അവർ ഇതുണ്ടല്ലോ നല്ല റെസ്റ്റ് എടുക്കുക. ചുമ്മാ കിടന്നിട്ട് മാനൊക്കെ കണ്ടോ വളരെ കുറഞ്ഞു പോയി. സങ്കടമായിട്ട്. കാരണം ഇതിന് മുമ്പ് പോയപ്പോൾ ഒത്തിരി മാനുണ്ടായിരുന്നു. ഇപ്പോൾ മാനിൻ്റെ എണ്ണം ക്രമേണമായിട്ട് കുറഞ്ഞ എന്തായാലും കാലാവസ്ഥ കൊണ്ടാണ് അറിയില്ല. അവരുടെ ഫുഡിൻ്റെ രീതി കൊണ്ട് ആമയെ കണ്ടു. സ്നേക്ക് പാർക്കിൽ ഒത്തിരി ഉണ്ട്, ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലല്ലോ എന്താ ഇതൊക്കെ പറഞ്ഞാൽ ഫോട്ടോസ് വീഡിയോസൊക്കെ പുറത്തിറങ്ങിയെടുത്ത് അങ്ങനെ നമുക്ക് ഉള്ളിലേക്ക് ക്യാമറ കയറ്റാൻ പറ്റാത്തതിനെ കൊണ്ടുള്ളൊരു സാഹചര്യം ഉള്ളത് കൊണ്ടാണ് കുറേ വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. കാരണം ഒന്നും കാണാനില്ല അതിന്. ചുമ്മാ അങ്ങനെ ആൾക്കാർ ഇത്. പിന്നെ അവിടെ കുറേ മഞ്ചാടി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ മഞ്ചാടി ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ തപ്പി കുറച്ച് മഞ്ചാടിയെല്ലാം പെറുക്കിയെടുക്കും. ആകെ അവിടെ പോയിട്ട് കിട്ടിയെന്ന് പറയാം ഇതൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഇതിൽ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. കണ്ടക്കുന്ന കൊട്ടാരം, ആർട്ട് ഗാലറി വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ആർട്ട് ഗാലറിയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്ഥലം മാത്രമല്ല ഒത്തിരി സ്ഥലങ്ങളൊക്കെ വേണ്ട സൂവിൽ പോയി നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇതിനെല്ലാം പ്രത്യേകം ടിക്കറ്റ് ഉണ്ട് കേട്ടോ. സൂവിൽ എടുക്കുകയാണെങ്കിൽ വേറെ, കനകക്കുന്ന് കൊട്ടാരത്തിന് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ടിക്കറ്റ്സ് എടുക്കണം കയറണമെങ്കിൽ. പാമ്പിൻ കൂട് കണ്ടോ, ഇതെടുത്തപ്പം തന്നെ അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞു ഷൂട്ട് ചെയ്യാൻ പാടില്ല അങ്ങനെയാണ്. അതാ ഞാൻ ഇത് ഇങ്ങനെ എടുത്തത്. ഇത് മാത്രം എടുത്തു. പിന്നെ അകത്തേക്ക് പോകുന്നതോറും ഓരോ സെക്ഷനായിട്ട് അങ്ങനെ ഉണ്ട്. എന്താ യമൂനൊക്കെ നോക്കി ഒട്ടക പക്ഷി ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒത്തിരി എന്തുകൊണ്ടാണല്ലോ അവർക്ക് അതിന് ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടാണോ ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് കൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ എല്ലാം ക്ഷീണിച്ചു. ഇത്രയും ആൾക്കാർ വരുന്നതല്ല കാണുന്നതൊക്കെ ആകെ ക്ഷീണിച്ചു. കുറേ കൂട്ടിലൊന്നും ഇല്ലേ. അവരാ പൈസ മേടിക്കുന്നതിനുള്ള സാധനം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ ഇപ്പോൾ ആകെ ഉള്ളത് പൈസ മേടിക്കുന്നൊരു സാധനം ഉണ്ടോ വെച്ചാൽ നമുക്കിപ്പോൾ കാണാൻ പറ്റും, കടുവേനെ കാണാൻ പറ്റും. പിന്നെ ഈ പാമ്പിൻ്റെ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ ഇത്ര സാധനങ്ങൾ കുറച്ച് പിന്നെ അനകൊണ്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. കണ്ടോ, ഇവിടെയാണ് വിചിത്ര ആർട്ട് ഗാലറി ഉണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ട് വീഡിയോ എടുക്കണമെന്നുള്ളത്. അപ്പോൾ അവരാണ് എന്നെയും കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തുമെന്ന് ചോദിച്ചപ്പോൾ ഓക്കെ ശരി നമുക്കെന്ത് അങ്ങനെ എടുത്തതായിരുന്നു.
പിന്നെ അവരൊത്തിരി സംസാരിച്ചു. തമിഴ്നാട്ടുകാരായിരുന്നു. അപ്പോൾ അവരവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടോ. എനിക്കൊത്തിരി സങ്കടമായിപ്പോയി ഇതിനകത്ത് കയറിയപ്പോൾ. കാരണം എന്താ വെച്ചാൽ ഒന്നും കാണാനില്ല. ചുമ്മാ കുറച്ച് കടുവയും പിന്നെ ഇതും സെക്ഷനല്ലാതെ വേറെ ഒന്നും അതിൽ കാണാനില്ലാത്തതിനെ കൊണ്ട്. പിന്നെ ഇത് നേരത്തെ മുമ്പ് പറഞ്ഞ പോലെ ആർട്ട് ഗാലറി ഇതൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ നമുക്ക് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് കയറിയാൽ ഇത്തിരി പിന്നെ നടക്കാനുണ്ട് കേട്ടോ, ഒത്തിരി നടക്കാനുണ്ട്. പക്ഷെ ആ നടക്കാനുള്ളതിൻ്റെ സാധനങ്ങളൊന്നുമില്ല. പക്ഷെ നമ്മൾ മൈസൂർ സൂവിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ്പില്ല. ഒരു കൂട് പോലും ഒഴിഞ്ഞു കിടക്കാതെ തന്നെ ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു അവിടെ. അങ്ങനെ പോയതായിരുന്നു. അപ്പോൾ നിങ്ങളും വെക്കേഷനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റൊക്കെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ നിങ്ങൾക്കും കാണാൻ പറ്റും ഇതുപോലെ ഒത്തിരി സാധനങ്ങളൊക്കെ. കണ്ടോ, എല്ലാത്തിനും ഒരു നമ്മളൊരു സൂവിൽ പോകുമ്പോഴാണ്. അപ്പോൾ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, സി യു. ഇതിലുള്ള വിശേഷം.